പ്രധാനമന്ത്രിയുടെ ഈ ഒരു ആഹ്വാനം ഏറ്റെടുത്തിരിക്കുകയാണ് UP ഡൽഹി സർക്കാരുകളും. തൊഴിൽ സംസ്കാരം പുനർനിർവചിക്കുന്നതിനും ഊർജ്ജ സംരക്ഷണത്തിനുമായി നിരവധി പ്രഖ്യാപനങ്ങളാണ് സർക്കാരുകൾ പുറപ്പെടുവിച്ചത്. സർക്കാർ ഓഫീസുകൾക്ക് പുതിയ മാർഗനിർദ്ദേശങ്ങളും ഇതിനോടനുബന്ധിച്ച് നൽകി. मेरी देश के हर नागरिक से अपील है, जहां संभव हो पेट्रोल डीजल का उपयोग कम करें, मेट्रो का उपयोग करें, इलेक्ट्रिक बस और पब्लिक ट्रांसपोर्ट का अधिक इस्तेमाल करें, कार पुलिंग को बढ़ावा दें, जिनके पास कार है. ആഗോളതലത്തിൽ വർദ്ധിച്ചു വരുന്ന അനിശ്ചിതത്വങ്ങൾക്കിടയിൽ ഇന്ധന സംരക്ഷണത്തിനായുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനത്തെ സ്വീകരിച്ചിരിക്കുകയാണ് യോഗിയുടെ UPയും രേഖാ ഗുപ്തയുടെ ഡൽഹിയും. ആഴ്ചയിൽ 2 തവണ വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ UP ഡൽഹി സർക്കാരുകൾ അനുമതി നൽകി. സംസ്ഥാനത്തെ ഇന്ധന ഉപയോഗം കുറയ്ക്കുവാനും യാത്രകൾക്കായി പൊതുഗതാഗതം ഉപയോഗിക്കുവാനും സർക്കാരുകൾ നിർദ്ദേശം നൽകി. ഔദ്യോഗിക വാഹന വ്യൂഹങ്ങളിൽ നിന്ന് അനാവശ്യ വാഹനങ്ങൾ നീക്കം ചെയ്യാൻ UP സർക്കാർ ഉത്തരവിട്ടു. UPയിലെ മന്ത്രിമാരുടെയും വാഹനങ്ങളുടെ എണ്ണം 50% കുറച്ചു. രേഖാ ഗുപ്തയാകട്ടെ ഔദ്യോഗിക വാഹന വ്യൂഹത്തിന്റെ എണ്ണം ഏകദേശം 60% കുറച്ചു. ഇതോടെ വെറും 4 വാഹനങ്ങൾ മാത്രമായി വാഹന വ്യൂഹം ചുരുങ്ങി. അതിൽ 2 ഇലക്ട്രിക് വാഹനങ്ങളാണ്. ഇന്ധന ലാഭവും കാര്യക്ഷമമായ ഭരണവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി BJPയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ തലസ്ഥാനത്ത് മേരാ ഭാരത് മേരാ യോഗ്ദാൻ എന്ന പ്രചാരണ പരിപാടി ആരംഭിക്കാനും തീരുമാനമായി. എല്ലാ ആഴ്ചയും ഒരു വാഹന നിരോധന ദിനം ആചരിക്കണമെന്നും സർക്കാർ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ജനം.